ഹേ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് അൽഫിക്ക് അറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവൾ എന്ത് ചെയ്ത്, അവൾ സമ്മതിക്കില്ല എന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവളെപ്പോഴും പറയും ഇഗ്നോർ, പക്ഷേ ഇനി ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. കാരണം ദിസ് ഇസ് ടു മച്ച് ഗൈസ്. കാരണം നമ്മൾ ഈ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് 8-7 വർഷമായി. ഇത്രയും കാലം ഞാൻ കുറേ തെറികളും കാര്യങ്ങളൊക്കെ കേട്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഞാൻ നെഗറ്റീവ് റിവ്യൂസിന് കമൻസിന് റിപ്ലൈ കൊടുക്കാറുണ്ടെങ്കിൽ അത് ദിസ് ഇസ് ടു മച്ച്. ഓക്കെ, കുറേ തെണ്ടികളുണ്ട്. നിങ്ങൾക്ക് വേണേൽ സൗണ്ട് കുറച്ച് കേട്ടോ, കാരണം ഞാൻ ആ തെണ്ടികളോടാണ് ഇത് പറയുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് പറഞ്ഞാൽ എന്താണ് ഗൈസ്? നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്ത് അവരുമായിട്ട് പേഴ്സണലി നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്ന് ചർച്ച ചെയ്യാനും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാനും. കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നു, പക്ഷേ കമ്മ്യൂണിറ്റി പറയുമ്പോൾ നമ്മോട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമ്മളെ എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും അങ്ങനത്തെ ആൾക്കാരോട് നമ്മളുടെ വീഡിയോസിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചുമ്മാ ചോദിച്ച് എന്തൊക്കെ വീഡിയോ വേണം അങ്ങനെ ചർച്ച ചെയ്യാനാണ് കമ്മ്യൂണിറ്റി. അപ്പം മെനിഞ്ഞാന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ട് 4-5 വീഡിയോ കൊടുത്തിട്ട് ഒരു പോളിട്ട്, ഇതിലേത് വീഡിയോ നിങ്ങൾ കണ്ടത്, ഏത് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ നായിൻ്റെ മക്കൾ വന്ന് കമൻറ്റ് ചെയ്ത് എന്തൊരു എന്താ പറയുക, ഡബിൾ ഡാഡി സിംറ്റംസ് ഉള്ള തെണ്ടികളാണ് ഈ തെണ്ടികളെന്ന് എനിക്കറിയില്ല കേസ്. എനിക്ക് കൂടുതൽ തെറികൾ അറിയില്ല വിളിക്കാൻ. അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, വേണം ഞാൻ അവരെ കൊണ്ട് ഇവന്മാരെ വിളിപ്പിക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ്, നിൻ്റെ വീഡിയോ ഞാൻ കാണത്തില്ലടാ, പിന്നെ തെറി. പിന്നെ അതെ, ഇതിലൊന്നും ഞാൻ കാണത്തില്ല, ഇനി ചത്താലും ഞാൻ കാണത്തില്ല, പിന്നെ തെറി. പിന്നെ എൻ്റെ വൈഫിനെ പറ്റി, അവളെ പറ്റി ഒരുപാട് തെറികൾ അതിൻ്റെ അടിയിൽ. പിന്നെ ബോഡി ഷെയ്മിങ്, അതിലേക്ക് ഞാൻ വേറെ ഈ തെറി കമൻറ്റ് ചെയ്യണ ഡബിൾ ഡാഡി സിംഡ്രംസിനോട് എനിക്ക് പറയാനില്ല. ഞാൻ മോർണിംഗ് തന്നെ നോക്കിയപ്പോൾ എനിക്ക് ഒരു സാധനം കയറി, അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇവര് മോർണിംഗ് എടാ കമ്മ്യൂണിറ്റി പോസ്റ്റടാ, അത് നമ്മളുടെ ഫേവറേറ്റ്, നമ്മൾ അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിശേഷങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് ആ ഒരു സ്ഥലമാണ്. അവിടെ വന്നിട്ട് കമന്റ് ചെയ്യാണ്, നിനക്ക് അത്രക്കും ദാരിദ്ര്യവും സാധനങ്ങളും നിനക്ക് അത്രക്കും ഇഷ്ടമല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോടാ. അപ്പം ഞാൻ വിളിച്ചു പഠിച്ചവനെ, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ഇവനൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് വരും. എത്രയൊക്കെ കൺട്രോൾ ചെയ്തൊരു സാധനം വരും. എടാ നിനക്കൊന്നും താല്പര്യമില്ല, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോടാ, ഗെറ്റ് ലോസ്റ്റ് മാൻ. എടാ നമ്മൾ കമ്മ്യൂണിറ്റി പേഴ്സൺ, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന, നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയുള്ള പ്ലേസ്. അവിടെ വന്നിട്ടാണ് ഈ കൊണക്കുന്നത്. എന്താ കൊണയടി കണ്ടാൽ ഇവനാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇവനാണ് യൂട്യൂബിന്റെ CEO എന്നാ വിചാരിക്കുക ഇവന്റെ കൊണയടികളൊക്കെ കണ്ടാൽ. എൻ്റെ മോൻ അൺബിലീവബിൾ കേട്ടോ. എന്താലേ, അത് മാത്രമല്ല, പിന്നെ കുറച്ച് ആൾക്കാർക്കുണ്ട്, ഞാൻ പറഞ്ഞു, കുറച്ച് ആൾക്കാർക്ക് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പിടിച്ചിട്ടില്ല. ഇവരുടെ കോൺസെപ്റ്റിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വൈഫ് പറഞ്ഞാൽ രാവിലെ പൂമുഖവാതിൽക്കൽ ചേട്ടായി കോഫി എന്നും പറഞ്ഞ് വരുന്ന ഭാര്യ, 24 മണിക്കൂറും തലയിൽ തട്ടമിട്ട് കാലിലിങ്ങനെ വരച്ച് ചേട്ടായി ഫുഡായി എന്ന് പറഞ്ഞ ഭാര്യ. അല്ലെങ്കിൽ നമ്മളെ മലപ്പുറത്തിലൊക്കെ കണ്ടുവരുന്ന ചെറിയ മക്കളില്ലേ, മനസ്സിലായില്ല, അവിടെ 18-19 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കില്ല. അപ്പം ആ ചെറിയ മക്കളായിട്ടുള്ള ടൈപ്പ് ആരെങ്കിലുമൊക്കെ ആയിരുന്നു ഞാൻ കല്യാണം കഴിക്കേണ്ടത്. എനിക്ക് നിൻ്റെ ഒക്കെ കൊണയടീൻ്റെ കോൺസെപ്റ്റുള്ള ആൾക്കാരൊന്നും എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കാര്യങ്ങളും ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. എടാ നിനക്കൊക്കെ അങ്ങനത്തെ കോൺസെപ്റ്റൊക്കെ ഉണ്ട്, നീ പോയി കെട്ടടാ. നിന്നൊക്കെ ആരാ പിടിച്ചു വെച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അതിൻ്റെ കുറേ കമൻ്റ് അടി, ഞാൻ എപ്പോഴാണ് ഡിവോഴ്സ് ചെയ്യണം, നിനക്ക് ഇവള് ചേരൂല, നീയാണോ തീരുമാനിക്കുന്നേ, നീയൊക്കെ ഏതാ, നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നേ, എപ്പോഴാ ഡൈവോഴ്സ് ബ്രോ, നിനക്ക് ഇവള് ചേരില്ല, അങ്ങനാണ് ഇങ്ങനാണ് എന്നാണ് എന്തുവാടേ. എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു നെഗറ്റീവ്, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നെഗറ്റീവ് എന്നാലും കമൻറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്, പക്ഷേ പേഴ്സണൽ ലൈഫിലുള്ള ചോയ്സസിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല മുത്തേ. ദിസ് ഇസ് വെരി ബാഡ്. എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു, ഒരുമാതിരി കൊണച്ച ഡയലോഗടിയും. എൻ്റെ ലൈഫ് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കൂടിയുള്ളൂ. എൻ്റെ വീഡിയോയിൽ വ്ളോഗ് വരെ അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ അങ്ങനെ ഫുൾ ടൈം വ്ളോഗും ചെയ്ത് നടക്കുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ ബ്രോ എന്താ പറയുക, ഇപ്പം വ്യൂസ് ഒന്നും ഇല്ല ബ്രോ, നിർത്തിക്കൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ പൊന്ന് ഗൈസ്, എനിക്കിപ്പം വ്യൂസ് വേണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടാക്കാൻ അറിയാം. എഫേർട്ട് എടുത്താൽ മതി, നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്താൽ മതി. പക്ഷെ എനിക്കതിന് വയ്യായിട്ടാ. പണ്ടത്തെ മാതിരി എല്ലാ ദിവസവും വീഡിയോ ഇട്ട് ആ ഒരു റഷ് സാധനം ക്രിയേറ്റ് ചെയ്യാൻ
താല്പര്യമില്ല, അത്ര സ്ട്രെസ് എടുക്കാൻ താല്പര്യമില്ല ബ്രോ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. മനസ്സിലായല്ലേ? നമുക്ക് വ്യൂസിൽ എന്ത് കണ്ടാലാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുക അത് നല്ലപോലെ അറിയാം. അത് ചെയ്യാനും അറിയാം. 8 വർഷമായില്ലടാ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പം കുറച്ച് ഇംഗ്ര പരിപാടികളൊക്കെ അറിയൂലേ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ദാരിദ്ര്യം, ഒരു ക്രേസ് ഇല്ല. നമ്മൾ വേറെ പുതിയൊരു സാധനം എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം കുറച്ച് വ്യൂസ് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ ഈ നെഗറ്റീവ് തെറി, ബോഡി ഷെയ്മിങ്, ഇറ്റ്സ് വെരി ബാഡ്. ഇനി ഏത് ഡബിൾ ഡാഡി സിൻഡ്രം ഇങ്ങനെ ബോഡി ഷെയ്മിങ്ങും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ മാരേജ് ലൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. അത് ഇനി വരുന്നതേ ഫേക്ക് അക്കൗണ്ട് എന്നാണ്. എനിവേ വാട്ടവർ, ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടല്ലേ കുണക്കുന്നത്. ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ടെങ്കിൽ ഞാൻ പൊക്കും. കാരണം ഒന്നാമത് എനിക്കിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ചിൽ മൂഡിലാണ് ഇപ്പം പോകുന്നത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഗസ് നിങ്ങളും തീരുമാനം. ഞാനിപ്പം ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ചെറിയ, പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും, ഭയങ്കര സിമ്പിൾ വീഡിയോസ്, നമ്മളെ അറിയുന്ന ആൾക്കാരായിട്ടൊന്ന് കണക്ട് ചെയ്ത് നിൽക്കാൻ പാകത്തുള്ള കുറച്ച് വീഡിയോസ്. അതിൻ്റെ അടിയിലാണ് ഇവരൊന്ന് കമന്റ് ചെയ്യുന്നത്. ഇവൻ്റെ ഒക്കെ ലൈഫ് എന്തൊരു ബോറിങ് ആയിരിക്കും അല്ലേ. എനിക്ക് ഇവന്മാരോട് പറയാനുള്ള ചേട്ടാ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഉപദ്രവെങ്കിലും ചെയ്യാണ്ടിരിക്കും. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കഴിയൂല. ഇതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ വീഡിയോന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്ത് സ്വയം ലൈഫ് ചാവാനായിട്ട് ചത്ത് പണ്ടാറടങ്ങി പോകത്തേ ഉള്ളൂ. നീ ആലോചിച്ച നീ ഓരോരുത്തരുണ്ട് കേട്ടോ, കുറെ കാലം മുമ്പേ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നുണ്ട്. നീ ആലോചിച്ച് നോക്ക്, നീ അത്രയും കമന്റ് ചെയ്തിട്ട് ഞാൻ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു ബ്രോ? ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക ഗ്രാഫ്. നീ ഇപ്പോഴും കമന്റ് ചെയ്തോണ്ടിരിക്കുക ഞാൻ നശിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും കമന്റ് ചെയ്തോണ്ടിരിക്കുക എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ, എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോണ്, നീയൊക്കെ എങ്ങോട്ട് പോണ്, തിങ്ക് ചെയ്യടാ. എന്റെ പൊന്നോ, ഇത് ആൽഫി കണ്ട ഈ വീഡിയോ ഇടാൻ സമ്മതിക്കൂല. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് കണ്ടിട്ട് ഇനിയിപ്പോ ഇവന്മാരൊക്കെ ഈ ഡബിൾ ഡാഡി സിൻഡ്രംസ് ഉള്ളവരൊക്കെ നാളെ കമന്റ് ചെയ്യൂല എന്നൊന്നും പറഞ്ഞു. ഇവന്മാരെ ഇനിയും കമന്റ്. പക്ഷെ കുറച്ച് തന്തക്കും തള്ളക്കും, ഇവന്മാരുടെ തന്തക്കും തള്ളക്കും ഇങ്ങനെ പബ്ലിക്കലി വിളിക്കുമ്പോ ഒരു സുഖം. ഓ, എന്തോ ഒരു വല്ലാത്തൊരു സുഖം. നീയൊക്കെ എന്തൊരു കുറെ തെറികൾ ഞാൻ പറയാനുണ്ട്. പക്ഷെ നമ്മളുടെ വീഡിയോസ് കുറച്ചുകൂടി ക്വാളിറ്റി ഭാഷകളിലൂടെ പെരുമാറുന്നതായതുകൊണ്ട് നമുക്കത് വിളിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു, എടാ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീയൊന്നും കാണണ്ട, നീ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോ പ്ലീസ്. ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ, ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴേലും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് ജീവിച്ച് പൊക്കോളാം. ഓക്കെ പ്ലീസ്. എന്തൊരു ഫ്രസ്ട്രേഷൻ ആടാ ലൈഫിൽ, ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എൻ്റെ ചാനലിലാണ്. നിനക്കൊക്കെ പെണ്ണ് കെട്ടാത്തതിന്റെ പ്രശ്നം എൻ്റെതാണോ? നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പോയി ഡോക്ടറെ കാണിക്കും. എൻ്റെ മോനെ, എന്തൊക്കെ കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അവനക്ക് പെണ്ണ് കെട്ടില്ലെങ്കിൽ എൻ്റെ മാരേജ് ലൈഫിൽ വന്ന ഇഷ്യൂ കമന്റ് ചെയ്യുക. അവനക്ക് ജോലി ഇല്ലെങ്കിൽ എന്നോട് ജോലി നിർത്താൻ പറയുക. എന്താണല്ലേ കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്ക്, അൺബിലീവബിൾ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അറിയില്ല. പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ തെണ്ടികൾ ഇറങ്ങണം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. ഇനി ആ കമന്റ് നോക്കത്തില്ല. കുറച്ച് ദിവസം നോക്കി, ഭയങ്കര ഒരു വല്ലാത്തൊരു വൃത്തി ടൈപ്പ് ഓഫ് പീപ്പിൾ നമ്മളെ നാട്ടിലുണ്ട്. ഇവരുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഓരോ കമ്പനി ഞാൻ ഓരോ ഡോളറായിട്ട് കരുതിക്കോളല്ലോ. അപ്പം എന്ത് ചെയ്യാനാ. സോ കമന്റ് ചെയ്യുന്നവർ വീണ്ടും കമന്റ് ചെയ്യും. പക്ഷെ കമ്മ്യൂണിറ്റി വന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത്, മനസ്സിലായില്ല. കമ്മ്യൂണിറ്റി പറഞ്ഞാൽ അത് നമ്മളുടെ ചങ്ക് മച്ചാന്മാരുടെ ഒരു ഏരിയ. അവിടെ വന്ന് കുണയ്ക്കാൻ നിന്ന് ഞാൻ എന്തായാലും കമന്റ്സിൽ നീയൊക്കെ എന്ത് വേണേലും ഇട്ടോ, ഞാനത് റിമൂവ് ചെയ്ത് ഹൈഡ് ചെയ്ത് പോകും. പക്ഷെ കമ്മ്യൂണിറ്റി വന്നിട്ട് കഴിഞ്ഞാൽ ഞാനത് റിയാക്ട് ചെയ്യും. ഓക്കെ, സോ ബൈ ഗൈസ്, എൻജോയ് ദ ഡേ. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെ വീഡിയോ കാണാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ എന്നെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ചെറിയ ചെറിയ അവരായിട്ട് കണക്ഷൻ നിലനിർത്താൻ വേണ്ടി ചെറിയ ഹാപ്പി മൂമെന്റ്സ് ഒക്കെ ഷെയർ, ചെറിയ വീഡിയോ ഇട്ടാൻ പോകുന്നു. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.